കോഴിക്കോട് നഗരഹൃദയത്തിൽ പണി കഴിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജാണ് പൊടി പിടിച്ചും തുരുമ്പെടുത്തും നശിക്കുന്നത്. തിരക്കേറിയ നഗരഹൃദയത്തിൽ ബുദ്ധിമുട്ടില്ലാതെ റോഡ് മുറിച്ചു കടക്കാനായിരുന്നു മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ എസ്കലേറ്റർ സ്ഥാപിച്ചത്. തുടർച്ചയായി ഇത് പണിമുടക്കിയതോടെ യാത്രക്കാരും വട്ടം കറങ്ങി. നിരവധി തവണ പരാതി ഉയർന്നതോടെ എസ്കലേറ്റർ ഉടൻ ശരിയാക്കുമെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. 2020 കേരള പിറവി ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കോഴിക്കോടിനുള്ള സമ്മാനമായിരുന്നു ഈ എസ്കലേറ്റർ കം ഓവർ ബ്രിഡ്ജ്. ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് റോഡ് മുറിച്ച് കടക്കുമ്പോഴുള്ള അപകടം ഒഴിവാക്കുകയും ഗതാഗത തടസ്സം കുറയ്ക്കുകയുമായിരുന്നു എസ്കലേറ്റർ കം ഓവർ ബ്രിഡ്ജ് നിർമ്മാണം കൊണ്ട് ലക്ഷ്യം വെച്ചത്. എന്നാൽ 4 വർഷം മുൻപ് നിർമ്മിച്ച അഭിമാന പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. അമൃത് പദ്ധതിയിൽപ്പെടുത്തി 11.35 കോടി രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. കോഴിക്കോട് കോർപ്പറേഷനാണ് നടത്തിപ്പ് ചുമതല. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതു മുതൽ എസ്കലേറ്ററിന്റെ പ്രവർത്തനം പലപ്പോഴായി പണിമുടക്കി. urban ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ട്രാൻസ്പോർട്ട് സെക്ടറിൽ അനുവദിച്ച ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഇതുപോലെ ഒരു എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് ആദ്യമായിട്ടാണ് വരുന്നത്. 2020 അത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 2025 ആകുമ്പോഴത്തേക്ക് അത് പ്രവർത്തനം മുടങ്ങിയിരിക്കുകയാണ്. അതിന് മുകളിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ആയിരക്കണക്കിന് പേര്, ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് അവിടെ. അതുകൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ നിലച്ചതോടുകൂടി അവിടുത്തെ ആളുകളുടെ കൺവെയൻസിന് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. എസ്കലേറ്റർ പണിമുടക്കിയതോടെ മേൽപ്പാലത്തിലേക്ക് സ്റ്റെപ്പിലൂടെ കയറിയിറങ്ങേണ്ട ഗതികേടിലുമായി യാത്രക്കാർ. കാലിന് വയ്യാത്തവരും കുട്ടികളുമായി വരുന്നവരും സാധനങ്ങൾ ചുമന്നു പോകുന്നവരുമെല്ലാം ഏറെ പണിപ്പെട്ട് വേണം പടികൾ കയറി അപ്പുറമെത്താൻ. അതിൻ്റെ പരിപാലനം തീർത്തും വൃത്തിഹീനമാണ്. മുറുക്കി തുപ്പിയും വൃത്തികേടാക്കിയും മാലിന്യം തള്ളിയും എന്നാൽ അതിൻ്റെ ഏറ്റവും താഴെ തന്നെ തെരുവ് കച്ചവടക്കാരുടെ ഏറ്റവും വലിയ തിരക്കാണ്. ഒരിക്കലും ഒരു തെരുവ് കച്ചവടം അനുവദിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ജംഗ്ഷനിൽ അവർ ഇന്ന ഒരു യൂണിയൻ്റെ കാർഡ് ഹോൾഡർ ആയതുകൊണ്ട് മാത്രം അവിടെ കച്ചവടം നടത്താൻ സാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ അവർക്ക് HIമാരെയോ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പോലും അവർക്കൊരു ഭയവും ഇല്ല. എസ്കലേറ്ററിന്റെ നിരന്തരമായ പണിമുടക്കിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് വിഷയത്തിൽ കോർപ്പറേഷന്റെയും ഇടപെടൽ. എസ്കലേറ്ററിന്റെ തകരാറിലായ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ ചുമതലപ്പെട്ട കമ്പനിയോട് ആവശ്യപ്പെട്ടതായും അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് പരമാവധി 2 മാസത്തിനകം എസ്കലേറ്റർ പ്രവർത്തനക്ഷമമാക്കുമെന്നുമാണ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.